ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവസാനം ബാലചന്ദ്രൻ സ്റ്റാലിൻ എവിടാന്ന് കണ്ടെത്തുന്നുണ്ട്. അതിനുശേഷം അലീനയെ ബാലചന്ദ്രൻ സ്റ്റാലിന് വിട്ടുകൊടുക്കുവാണ്. പോകുന്നതിന് മുമ്പായി അലീന പറയുന്നുണ്ട്, എനിക്ക് അച്ഛനെ അമ്മയൊക്കെ വിട്ടുപോകുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. മേഡം എന്നെ ഒരിക്കലും അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിലും അച്ഛൻ എൻ്റെ സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് തന്നെയാണ് നല്ലത്. അത് എൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാകുന്നതിൽ അത്രയും സന്തോഷം. എൻ്റെ സ്വന്തം അച്ഛനെ കണ്ടെത്തി തന്ന ഈ അച്ഛനെ ഒരിക്കലും ഞാൻ മറക്കില്ല. എന്തായാലും കുറച്ചുനാൾ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇവിടേക്ക് തന്നെ വരും. എൻ്റെ അച്ഛനെ വിട്ടുപോകാൻ എനിക്കൊരിക്കലും സാധിക്കില്ല. അങ്ങനെ അലീന ബാലചന്ദ്രനോടും ഭവതിയോടും രോഹിത്തിനോടും കൃഷ്ണമോളോടും ഒക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അവർക്കെല്ലാം സഹിക്കാൻ പറ്റാത്തത്ര വിഷമവും സങ്കടവും ഉണ്ടായിരുന്നു. അലീന പോയതിനു ശേഷം വൈജ വന്ന് ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങൾ എന്തിനാണ് സ്റ്റാലിൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് അലീനയെ പറഞ്ഞു വിട്ടത്? അവിടുത്തെ വേലക്കാരിയായിട്ടാണോ അവൾ അങ്ങോട്ടേക്ക് പോകുന്നത്? അതോ അവളും ആ സ്റ്റാലിനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അലീനയെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ട് അയാൾ കാറിൽ നിന്നിറങ്ങി ഇങ്ങോട്ടേക്കൊന്നും വന്നതുപോലുമില്ലല്ലോ. അതിന് കാരണം എന്താ? അയാൾ ആരാണെന്നോ അയാളുടെ മുഖം പോലും ശരിക്കൊന്നും കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് വൈജയന്തി. അപ്പോൾ ബാലേന്ദ്രൻ നോക്കുന്നുണ്ട്, എന്താടി ആ പോയ സ്റ്റാലിനെ നേരിട്ട് കാണാഞ്ഞിട്ട് നിനക്ക് വല്ലാത്ത സങ്കടമുണ്ടല്ലേ? നീ വിഷമിക്കേണ്ട, അധികം വൈകാതെ തന്നെ അയാൾ ആരാണെന്നും അലീനയുടെ ആരാണ് സ്റ്റാലിൻ എന്നുമൊക്കെ നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അവിടുത്തെ വേലക്കാരിയായിട്ടാണെന്ന്. നിനക്കെന്താണേലും അലീനയെ വേണ്ടല്ലോ. പക്ഷേ അവിടെ അവൾ അങ്ങനെ ആയിരിക്കില്ല. അവൾ അവിടുത്തെ രാജകുമാരിയെ പോലെ തന്നെ ജീവിക്കും. അന്ന് നീ കാണോടി എന്ന് വൈജയ്ക്ക് മറുപടി കൊടുത്തിട്ട് ബാലേന്ദ്രൻ റൂമിലേക്ക് കയറി പോവാണ്. പിന്നീട് കൃഷ്ണമോളും ബബിതയും രോഹിത്തും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർ അലീനയെ കാണാൻ വേണ്ടി സ്റ്റാലിനിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ടാണ് വരുന്നത്. അമ്മേ, ഞങ്ങൾ അലീന ചേച്ചിയെ കാണാൻ വേണ്ടി പോവാണ്. സ്റ്റാലിൻ അങ്കിളിൻ്റെ വീട്ടിലേക്ക് ബബിതേച്ചിയും രോഹിത്തേട്ടനും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അമ്മ വരുന്നു ഞങ്ങളുടെ കൂടെ? സ്റ്റാലിൻ അങ്കിളിൻ്റെ നാടും കാണാം, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയൊക്കെ കാണുകയും ചെയ്യാം എന്നൊക്കെ കൃഷ്ണമോൾ പറഞ്ഞപ്പോൾ വൈജയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. അതുപോലെ തന്നെ പണ്ട് സ്റ്റാലിൻ പറഞ്ഞ വാക്കുകളൊക്കെ വൈജയ്ക്ക് ഓർമ്മ വരികയാണ്. നിന്നെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത്. എൻ്റെ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറി വരാൻ പോകുന്ന മരുമകൾ നീ ആടി വൈജയ് എന്നയാൾ പറഞ്ഞപ്പോൾ അയാളുടെ മുന്നിലല്ലാതെ മറ്റൊരാളുടെ മുന്നിലും ഞാൻ കഴുത്ത് നീട്ടി കൊടുക്കില്ല എന്ന് അയാൾക്ക് വാക്ക് കൊടുത്തതല്ലേ. എന്നിട്ടും അയാൾ എന്നെ മറന്ന് എന്നെ ചതിച്ചിട്ട് സുന്ദരിയായ വേറൊരു പെണ്ണിൻ്റെ പുറകെ പോയി. ആ നശിച്ച നാട്ടിലേക്ക് ഞാൻ ഒരിക്കലും പോവില്ല എന്നൊക്കെ ചിന്തിക്കുകയാണ് വൈജയന്തി. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ എന്താ ആലോചിക്കുന്നേ? അമ്മ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഇവിടുന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല. ഒരു അലീന ചേച്ചിയെ കാണാൻ അത്രേ. ആ നാട്ടിലേക്ക് ആരും ഇവിടെ നിന്ന് പോകുന്നില്ല. അവൾ ഇവിടുന്ന് പോയിട്ട് 2 ദിവസം തികച്ചായില്ലല്ലോ. അപ്പോഴേക്കും നിങ്ങൾക്ക് ഇല്ലാതെ പറ്റില്ലെന്നായോ? മര്യാദയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡും കഴിച്ച് ഇവിടെ ഇരുന്നോണം 3 പേരും എന്ന് പറഞ്ഞ് വൈജ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ശരി അമ്മേ, അങ്ങനെയാണ് ഞങ്ങൾ ആരും അങ്ങോട്ട് പോകുന്നില്ല. പകരം സ്റ്റാലിൻ അങ്കിളിനോട് അലീന ചേച്ചിയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയാം. എന്താമ്മേ, അതിനമ്മയ്ക്ക് സമ്മതമാണോ എന്ന് രോഹിത്ത് ചോദിക്കുകയാണ്. അപ്പോൾ വൈജ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അതിലും ഭേദം നീ എന്നെ അങ്ങ് കൊല്ലുന്നതാടാ. അയാൾക്ക് എന്നെ കാണാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അയാൾക്കിപ്പോൾ സുന്ദരിയായ ഭാര്യയുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് അയാളെ കാണണ്ട എന്നിങ്ങനെ മനസ്സിൽ ആലോചിച്ചതിന് ശേഷം വൈജ രോഹിത്തിനോട് പറയും, ശരി, നിങ്ങൾ അലീനെ കാണാനോ സ്റ്റാലിനെ കാണാനോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോക്കൂ. ഇങ്ങോട്ടേക്ക് ആരെയും കൊണ്ടുവരണ്ട. ആ അലീനെ ഇവിടെ ഓടിക്കാൻ വിട്ട പാട് എനിക്കറിയാം. വീണ്ടും തിരിച്ചിങ്ങോട്ട് വലിച്ച് കയറ്റി വരണ്ട. അതുമാത്രമല്ല, അലീനയെ വിളിക്കാനായിട്ട് ആ വന്നയാൾ ഈ മുറ്റം വരെ വന്നിട്ട് പെരയ്ക്കകത്ത് കയറാതെ പോയതല്ലേ. ഇനി അയാൾ ഇങ്ങോട്ടാരും ക്ഷണിച്ചു വരുത്താനൊന്നും നിൽക്കേണ്ട എന്നും പറഞ്ഞ് വൈജ ദേഷ്യത്തിൽ അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ രോഹിത്തും കൃഷ്ണയും ബബിതയും കൂടി സ്റ്റാലിൻ്റെ നാട്ടിലേക്ക് പോവാണ് അലീനയെ കാണാൻ വേണ്ടി. അവർ പോയതിനു ശേഷം വൈജ ബാലേന്ദ്രൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട്. വൈജയ്ക്ക് സ്റ്റാലിനെ പറ്റി അറിയണമെന്നൊക്കെയുണ്ട്. എന്നാൽ അത് ബാലേന്ദ്രനോട് ചോദിക്കാനും പറ്റുന്നില്ല. വന്നിട്ട് ബാലേന്ദ്രൻ്റെ അടുക്കൽ ചോദിക്കുന്നുണ്ട്, അല്ല, ഈ അലീന അവിടെ വേലക്കാരിയായിട്ട് തന്നെയായിരിക്കും ഉള്ളത്. ഈ സ്റ്റാലിനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം? എല്ലാം അന്വേഷിച്ചിട്ടാണോ അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? എന്തോ അലീനയോട് നല്ല താല്പര്യമുള്ള രീതിയിലാണ് ബാലേന്ദ്രനോട് വൈജയന്തി സംസാരിച്ചത്. ഇത് കേട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആഹാ,
അവള് ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴാണോ നിനക്ക് അവളെപ്പറ്റി വലിയ സിമ്പതിയൊക്കെ തോന്നി തുടങ്ങിയത്? ഏയ് ഒന്നുമല്ല, ഒരു പെൺകുട്ടിയല്ലേ എന്നോർത്ത് ചോദിച്ചെന്നേ ഉള്ളൂ എന്നുള്ള രീതിയിൽ വൈജയൻ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അയാൾ ആ സ്റ്റാലിൻ എന്ന് പറയുന്നയാൾ പണ്ട് പട്ടാളത്തിലെങ്ങാണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടത്. അയാൾ പണ്ടൊരു പെണ്ണിനെ പ്രേമിച്ചിരുന്നു. അതുവഴി അയാൾ ഒരു കൊച്ചിൻ്റെ അച്ഛനാവുകയും ചെയ്തു. എന്നാൽ ഈ കഥയൊക്കെ നിനക്കറിയാവോ വൈജയ് എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിച്ചപ്പോൾ പെട്ടെന്ന് വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് അയാളെ തന്നെ അറിയില്ല, പിന്നെയാണോ അയാളുടെ കഥ? അതുമല്ല, ഞാൻ ആ സമയത്ത് പഠിക്കായിരുന്നില്ലേ, പിന്നെ അയാളുടെ കാര്യങ്ങളൊക്കെ ഞാനങ്ങനെ അറിയാനാ? ചിലപ്പോൾ ഗംഗേട്ടനോട് ചോദിച്ചാൽ ഗംഗേട്ടൻ അറിയായിരിക്കും. എന്തായാലും ആ പെണ്ണിനെ കുറിച്ച് എന്നോട് ചോദിക്കേണ്ട, എനിക്കൊന്നും അറിയില്ല എന്നിങ്ങനെ വൈജ് പറയുകയാണ്. അതെന്തായാലും ആയിക്കോട്ടെ. ഇപ്പോൾ ആ സ്റ്റാലിൻ ആ നാട്ടിലെ ഏറ്റവും നല്ല പണക്കാരനായി. അയാളും ഭാര്യയും 3 മക്കളുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എന്നാ ആ സന്തോഷം ഇനി ഇല്ലാതായിക്കോളും. അങ്ങനെ ഒരുത്തിയല്ലേ നിങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്? അലീനയല്ലേ അങ്ങോട്ട് പോയിരിക്കുന്നേ? ആ കുടുംബം കുട്ടിച്ചോറാക്കിയിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറയാണ് വൈജയന്തി. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ കൂടുതൽ അലീനയെ കുറ്റം പറയൊന്നും വേണ്ട. ഒരിക്കലും അലീന കാരണം സ്റ്റാലിൻ്റെ കുടുംബം തകരില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, അയാൾ വിവാഹത്തിന് മുമ്പ് ഒരു പെണ്ണിനെ പ്രണയിച്ച കാര്യവും വിവാഹം കഴിക്കാൻ വാഗ്ദാനം കൊടുത്തതും ആ പെണ്ണ് ഗർഭിണിയായതും പിന്നീട് അത് ബന്ധമില്ലാതായിപ്പോയതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അയാൾ താലി കെട്ടിയ ഭാര്യയോട് എല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷമാണ് കല്യാണം കഴിച്ചതുപോലും. അതായത് അയാളുടെ കൂടെ ജീവിക്കുന്ന ഇപ്പോഴത്തെ ഭാര്യയ്ക്ക് അയാളുടെ കഴിഞ്ഞ കാലം മൊത്തം അറിയാമെന്ന് തന്നെ. അതായത് സ്റ്റാലിൻ ഒരു പെണ്ണിനെയും വഞ്ചിച്ചിട്ടില്ല, അതുകൊണ്ട് അയാൾക്കൊന്നും പേടിക്കാനുമില്ല. എന്നാൽ അയാളെ സ്നേഹിച്ച ആ പെൺകുട്ടിയുണ്ടല്ലോ, അവള് ഇതൊന്നും തുറന്നു പറയാതെയാണ് മറ്റൊരുത്തൻ്റെ ജീവിതത്തിലേക്ക് ചെന്നിട്ടുള്ളത് എങ്കിൽ അവൾ കുറെ പേടിക്കും. അവൾ ശരിക്കും അതിനനുഭവിച്ചിട്ടേ മരിക്കത്തുള്ളൂ എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയാണ്. ഇത് കേട്ടതും വൈജയന്തി പെട്ടെന്ന് വല്ലാതാവുകയാണ്. തെറ്റൊക്കെ ചെയ്തത് ആ സ്റ്റാലിനാണ്. എന്നെ ചതിച്ച അയാൾക്ക് ഇനി ഒന്നും തന്നെ പേടിക്കാനില്ല. തെറ്റൊക്കെ ഏറ്റു പറഞ്ഞിട്ടാണ് അയാൾ വിവാഹം കഴിച്ചിരിക്കുന്നത് പോലും. അയാൾ അവളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് എന്നെ മോശക്കാരിയാക്കിയിട്ടാണ് അയാളുടെ ജീവിതം തേടിപ്പോയത്. ഇപ്പോൾ ഞാനാ ഇവിടെ ബാലചന്ദ്രൻ ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിയുമോ എന്ന് പേടിച്ച് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്നത്. ബാലേന്ദ്രൻ ഈ സമയത്ത് മനസ്സിലാലോചിക്കുന്നുണ്ട്, എടി വഞ്ചകി, നിന്നെക്കൊണ്ട് എല്ലാ കാര്യത്തിനും മറുപടി പറയിച്ചിട്ടേ ഈ ബാലേന്ദ്രൻ മരിക്കത്തുള്ളൂ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ബാലേന്ദ്രൻ തൻ്റെ റൂമിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് അലിനെ കാണാൻ പോയ രോഹിത്തും ബബിതയും കൃഷ്ണമോളും തിരിച്ചെത്തുന്നുണ്ട്. വൈജയന്തി മക്കളോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്തായി അലീനെ കാണാൻ പോയിട്ട്? അവളെ കണ്ടോ? അവക്ക് ആ നാടും വീടും ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഈ നാട്ടിൽ നിന്ന് പോയതിൻ്റെ സങ്കടമൊക്കെ ഉണ്ടോ അവക്ക് എന്നൊക്കെ വൈജ് ചോദിക്കുന്നുണ്ട്. ചെറിയൊരു അത്ഭുതത്തോടു കൂടിയാണ് മക്കൾ 3 പേര് ഇത് കേൾക്കുന്നത്. എന്നാൽ അവർ പറയുന്നുണ്ട്, അത് നല്ലൊരു നാടാണ്, എന്ത് ഭംഗിയുള്ള നാടാണെന്നറിയാവോ. ഇനി ഒരിക്കൽ ഞങ്ങൾ പോകുമ്പോൾ അമ്മയും ഞങ്ങളുടെ കൂടെ വരണം. അതുപോലെ ആ സ്റ്റാലിനങ്ങളുടെ എന്ത് സ്നേഹമാണെന്നറിയാവോ. സ്വന്തം മക്കളോട് പെരുമാറുന്ന പോലെയാണ് ഞങ്ങളോട് 3 പേരോടും അദ്ദേഹം പെരുമാറിയത്. അവിടുന്ന് വരാൻ തന്നെ തോന്നിയില്ല എന്നിങ്ങനെ ബബിത പറയാണ്. മതി നിർത്ത്, അവളുടെ ഒരു സ്റ്റാലിനങ്ങൾ. അവിടുത്തെ അവരെക്കുറിച്ചുള്ള വിശേഷങ്ങളൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. മര്യാദയ്ക്ക് പോയി കുളിച്ച് ഫ്രഷ് ആകാൻ നോക്കടി എന്ന് പറഞ്ഞ് വൈജ ദേഷ്യത്തിലകത്തേക്ക് കയറി പോവാണ്. എന്നാൽ സ്റ്റാലിനെ പറ്റിയുള്ള ചിന്ത വൈജയെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. അവൾ ഫോണെടുത്ത് അലീനയെ വിളിക്കുന്നുണ്ട്. വൈജയുടെ സ്വരം കേട്ടപ്പോഴത്തേക്കിനും അലീന പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു മേഡത്തിന് എന്നെ മിസ് ചെയ്യുമെന്ന്. ഞാൻ ഈ കോള് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. എന്താ മേഡം വിളിച്ചത്? അപ്പോൾ വൈജ പറയുന്നുണ്ട്, നിന്റെ സുഖവിവരം അറിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ നിന്നെ വിളിച്ചത്. എനിക്കത് അറിയുകയും വേണ്ട. നിന്നെ ഞാനോട്ട് മിസ് ചെയ്യുന്നുമില്ല. നീ ആരുടെ മകളാ? നീ അവിടുത്തെ വേലക്കാരി തന്നെയാണോ? നിന്റെ അച്ഛനാരാ എന്നൊക്കെ വൈജ ചോദിക്കുവാണ്. അതൊക്കെ മേഡം സാവകാശം അറിഞ്ഞാൽ മതി. തൽക്കാലം വേലക്കാരി മകളും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത്. തൽക്കാലം അങ്ങനെ തന്നെ മേഡം കരുതിക്കോ. സ്റ്റാലിൻ പപ്പ എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത്. അതിന് മേഡത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ അലീന ചോദിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട്, ഞാനെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട്. അല്ല, സ്റ്റാലിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? അവർ നിന്നോട് മോശമായിട്ട് വല്ലതും പെരുമാറിയോ എന്ന് വൈജ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അപ്പോൾ സ്റ്റാലിൻ പപ്പയെക്കുറിച്ച് അറിയാനാണ് മേഡം വിളിച്ചത് അല്ലേ?
ഇവിടുത്തെ മേഡത്തിൻ്റെ പേര് എലിസബത്ത് എന്നാണ്. എന്തായാലും ഞാൻ മേഡത്തിൻ്റെ വീട്ടിൽ താമസിച്ചപ്പോൾ മേഡം എന്നോട് ക്രൂരമായിട്ട് പെരുമാറിയതുപോലെയൊന്നും ഇവിടുത്തെ മേഡം എന്നോട് പെരുമാറിയിട്ടില്ല. ഞാൻ വേലക്കാരിയായിരുന്നാലും വളരെ സ്നേഹമാണ് അവർക്ക് എന്നോട് എന്നിങ്ങനെ അലീന പറയുകയാണ്. അത് കേൾക്കുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. എങ്കിലും ചോദിക്കുന്നുണ്ട്, അല്ല ഈ സ്റ്റാലിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ സ്ത്രീയില്ലേ, അവർ എന്നെക്കാട്ടിലും സുന്ദരിയാണോ? ഇത് കേൾക്കുമ്പോൾ അലീന വല്ലാതെ ചിരിക്കുകയാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, എന്തിനാടി കിടന്ന് ചിരിക്കുന്നത്? നിന്നോട് ചോദിച്ചതിന് മറുപടി പറ. ഇല്ല മേഡം, എൻ്റെ മേഡത്തിൻ്റെ സൗന്ദര്യമൊന്നും ഇവിടുത്തെ എൽസാൻഡിക്ക് കിട്ടിയിട്ടില്ല. മേഡം തന്നെയാണ് സുന്ദരി എന്നിങ്ങനെ അലീന പറഞ്ഞപ്പോൾ വൈജയന്തിക്ക് ചെറിയൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാലിൻ അലീനയുടെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അലീന ഫോണിൽ ആരാണെന്നൊന്നും പറയാതെ സ്റ്റാലിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. ആരാന്ന് മനസ്സിലാവാതെ സ്റ്റാലിൻ ഹലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും വൈജയ്ക്ക് ആ സ്വരം കേട്ടപ്പോഴേ ആളിനെ മനസ്സിലാവുകയാണ്. ഇത് എനിക്ക് പരിചയമുള്ള ശബ്ദമാണ്, ഇത് അദ്ദേഹത്തിൻ്റെ ശബ്ദമല്ലേ? സ്റ്റാലിൻ്റെ ആളെ മനസ്സിലായപ്പോഴത്തേക്കിനും തിരിച്ച് മറുപടിയൊന്നും പറയാനാവാതെ വൈജയന്തി നിൽക്കുകയാണ്. ഹലോ എന്ന് വീണ്ടും വീണ്ടും സ്റ്റാലിൻ വെക്കുമ്പോൾ വൈജ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ്.